ബ്രോ കിടിലൻ പടമാണ്. ഒരു എപ്പിക് ഫാന്റസി വാർ മൂവി തന്നെയാണ്. വാറല്ല, ലൈക്ക് ഒരു എപ്പിക് ഫാന്റസി റിട്ടേൺ, കിങ്ങിന്റെ റിട്ടേൺ തന്നെയാണ്. കിടിലൻ പടമാണ്. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക. ആക്ഷൻ സീക്വൻസ് ഒക്കെ പക്കാണ്. ഹൈ മൊമെന്റ്സ് ഒക്കെ ലാസ്റ്റ് ഒക്കെ അടിപൊളിയാണ്. ഹൈ മൊമെന്റ് ആണ്, കിടിലാണ്. എല്ലാവരും വന്ന് കാണാം. ക്ലൈമാക്സ് ഒക്കെ ഗൂസ് ബംസ് ഉണ്ട്. ക്ലൈമാക്സ് ഒക്കെ കിടിലാണ്, ഗൂസ് ബംസ് ആണ്. തിയേറ്റർ മൊത്തം ഉണർന്ന് ക്ലൈമാക്സ് ഒക്കെ ആയപ്പോൾ കിടിലാണ്. ക്രിസ്റ്റഫർ നോളന്റെ ഒരു പക്ക സിഗ്നേച്ചർ ഉണ്ട് പടത്തിൽ. സിഗ്നേച്ചർ ആയിട്ടുള്ള ക്രിസ്റ്റഫർ നോളന്റെ ഒരു എഡിറ്റിംഗും കാര്യങ്ങളെല്ലാം ഒരു ലൈക്ക് ഒരു അങ്ങോട്ടും ഇപ്പം ഒരു നോൺ ലീനിയർ കഥ ഫോർമാറ്റിലാണ് സിനിമ പോകുന്നത്. പിന്നെ അങ്ങോട്ട് അങ്ങനെ ലാസ്റ്റ് ഒരു റെസൊല്യൂഷനാണ്. നൈസ്. 3 മണിക്കൂർ നല്ല റിവ്യൂ ആയിരുന്നു. എന്താണോ നമ്മൾ എക്സ്പെക്ട് ചെയ്തത് അതുപോലെ തന്നെയാണ് ഇതിൽ ക്രിസ്റ്റഫർ നോളൻ എടുത്തു വെച്ചിരിക്കുന്നത്. ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് ആയിരുന്നു ഇതില്. നമ്മുടെ ഒഡീസിയസ് അഭിനയിച്ച ആക്ടറിന്റെ വളരെ നല്ലൊരു അഭിപ്രായമാണ്. ഈ റീലോഡഡ് മീഡിയ എന്നുള്ള അതിൽ എന്താണ് സ്റ്റോറി ഫുൾ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് അതെല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഫാന്റസി എലമെന്റ്സ് ഒക്കെ വർക്കൗട്ട് ആയി. ഫാന്റസി എലമെന്റ്സ് എല്ലാം വർക്കൗട്ട് ആയിട്ടുണ്ട്. ഒരു ഔട്ട് ആൻഡ് ഔട്ട് മാസ് പെർഫോമൻസ് ആണ്. ഹൈ മൊമെന്റ്സ് ഒക്കെ ഉണ്ടോ സിനിമയിലെ? സിനിമയിലെ ഹൈ മൊമെന്റ്സ് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് ഇതിന്റെ ക്ലൈമാക്സ് ആണ്. ഇതിന്റെ വൺ ആൻഡ് ഓൺലി ബെസ്റ്റ്. നമ്മുടെ അതായത് പ്രേക്ഷകർ ഹാർട്ട് ബീറ്റ് ഉണ്ടാവും. അത് ഇപ്പൊ നായകൻ ഇപ്പൊ സംഭവിക്കും, ഇപ്പൊ എന്തെങ്കിലും സംഭവിക്കും. പക്ഷെ ക്രിസ്റ്റഫർ നോളൻ അത് പക്കയായിട്ട് കറക്റ്റ് എടുത്തു വെച്ചിട്ടുണ്ട്. ഹൈപ്പിന് വർത്താണ് സിനിമ. ഹൈപ്പിന്റെ എക്സ്ട്രാ ഓർഡിനറി വർത്താണ്. യൂഷ്വലി ക്രിസ്റ്റഫർ നോളന്റെ വരുന്ന ആ ഒരു ഇതിൽ തന്നെയാണ് എടുത്തിട്ടുള്ള. സ്കെയിൽ ആണെങ്കിലും വിഷ്വൽസ് ആണെങ്കിലും നല്ല ഗ്രാൻഡ് സ്കീമിൽ തന്നെ എടുത്തിട്ടുണ്ട്. ഓപ്പൺ ഹൈമറിന്റെ അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എങ്കിലും ആ ഒരു ലെവൽ വരുന്നത് ടെനറ്റിനേക്കാളും ഒക്കെ എന്തായാലും ഭേദം തന്നെയായിരുന്നു. ലാഗും കാര്യങ്ങളൊന്നുമില്ല. 3 മണിക്കൂറായിട്ട് ലാഗൊന്നുമില്ല. കൂടെ തന്നെ ഹൈ മൊമെന്റ്സും നോളന്റെ യൂഷ്വൽ മോണ്ടാജ് സ്റ്റൈൽ മേക്കിംഗ് ഒക്കെയാണ്. അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ നല്ല എൻഗേജിംഗ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. നമ്മളെ ഗ്രാസ് അരമണിക്കൂറൊക്കെ ഭയങ്കര രോമാഞ്ചം അടിക്കണ കിടിലാണ്. ഹൈ മൊമെന്റ്സ് ഒക്കെ ഒരുപാടുണ്ടോ? ഒരുപാടുണ്ട്. മസ്റ്റ് വാച്ചാണ്. തിയേറ്ററിൽ കാണാൻ പറ്റിയ ഒരു പടമാണ്. ഐമാക്സ് കാണാൻ വേണ്ടിയുണ്ട്. ഐമാക്സ് കാണാനുള്ളതുണ്ട്. ഒരു എഡിറ്റിംഗ്, നോളന്റെ എഡിറ്റിംഗും ക്യാമറ വർക്കൊക്കെ ക്യാമറ വർക്ക് വിഷ്വലൊക്കെ അടിപൊളിയാണ്. നല്ല രസമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ പറയണേ, ഞാൻ ഹൈപ്പ് കുറച്ചിട്ടാ വന്നത്. കാരണം ഓപ്പൺ ഹൈമറിൽ ഒരു ഓവർ ഹൈപ്പിൽ പോയിട്ട് ഇഷ്ടപ്പെട്ടാതെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഹൈപ്പ് കുറച്ചിട്ട് പോയിട്ട് എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. നല്ല ഒരു വേൾഡ് ക്ലാസ് സംഭവമാണ്. വേൾഡ് ക്ലാസ് സംഭവം തന്നെ. ആക്ഷൻസ് ഒക്കെ ഉണ്ട്. ആക്ഷൻസിന് എല്ലാം നൈസാ. മൊത്തത്തിൽ നൈസാ. ക്രിസ്റ്റഫർ നോളന്റെ ഓപ്പൺ ഹൈമറിനെക്കാട്ടിലും ക്രിസ്റ്റഫർ നോളന്റെ എല്ലാ കഥയും സ്റ്റോറിയും എല്ലാം ആക്ടിംഗ് വൈസും എല്ലാം. ക്രിസ്റ്റഫർ നോളന്റെ ഒരു സിഗ്നേച്ചർ ഉണ്ടോ പടത്തിൽ? എല്ലാം നല്ല പടം, സൂപ്പർ സിനിമ. എക്സ്പെക്ട് ചെയ്തതിനേക്കാളും അല്ല, പിന്നെ ഇത്രയെല്ലാം പടം നല്ല പടമായിരുന്നു. പക്ക വർത്ത് വാച്ചാണ്. പിന്നെ വർത്താണ്, നല്ലതാണ്. ഫാന്റസി എലമെന്റ്സ് ഒക്കെ എങ്ങനെ എല്ലാം നല്ലതാണ്. ഓക്കെ, ഒരു കൾച്ചറും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന എല്ലാം ഓക്കെയാണ്. നല്ല പടം. ക്ലൈമാക്സ് ആകുമ്പോഴത്തേക്ക് ഒരു ഗൂസ് ബംസ് മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു.